ബാലകൃഷ്ണൻ നമ്മ ഒരു ദൃക്സാക്ഷിയെ നമുക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഉമേഷ് പറയൂ. ഉമേഷ്. മിഥുനാണ് പോലീസിനൊപ്പം അകത്ത് ഈ വീട്ടിലേക്ക് കയറുന്നത്. മിഥുൻ, എന്തായിരുന്നു വീട്ടിലെത്തിയപ്പോൾ കണ്ടത്? ഞാനിവിടെ പറയുമ്പോൾ ഓൾറെഡി പോലീസ് ഷിപ്പല്ല ഇവിടെ ഉണ്ടായിരുന്നു. മെയിൻ ഗേറ്റ് ലോക്കായിട്ടുള്ള നിലയിലായിരുന്നു. പോലീസ് പിറകിൽ കൂടെ ഇറങ്ങിയോ? ഇല്ല, നമ്മൾ മതിൽ ചാടി ഫ്രണ്ടിൽ കൂടെ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ ആരോ കിടക്കും പോലെ തോന്നിയായിരുന്നു. ജീവനുണ്ടായിരുന്നു? ഇല്ല, അത് ഗ്ലാസ്സിൽ കൂടെ ഇതാണ് കൂളിംഗ് ആണ്, അപ്പോൾ അതിൽ വലിയ വ്യക്തമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഫ്രണ്ട് ഡോറ് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് പാടായിരുന്നു. വീടിൻ്റെ ബാക്ക് സൈഡിൽ വരികയും കിച്ചൻ്റെ ഡോറ് പൊട്ടിച്ചാണ് അകത്ത് കയറിയത്. കിച്ചൻ്റെ ഡോറ് പൊട്ടിച്ച് കയറുമ്പോൾ തന്നെ ഗ്യാസ് തുറന്നു വിട്ട നില സ്മെല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ എന്നെ സ്പീഡപ്പായിട്ട് ഗ്യാസിൻ്റെ എല്ലാം റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്ത്. അപ്പോൾ അവരുടെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു, റിലേറ്റീവ് ആണെന്ന് തോന്നുന്ന ഒരാളുണ്ടായിരുന്നു. അതേപോലെ കയറിപ്പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഒരാൾ എല്ലാവരെയും ഹാമർ കൊണ്ട് ചുറ്റിക കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ബ്ലഡ് ഒരുപാട്, ദേഹം മൊത്തം ബ്ലഡ് ആയതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു ഒരാൾ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ ഓടിച്ചെന്ന് ഞാനും കൂടെ ഓടി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഹാളിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അല്ല, ഒരു പയ്യനാണ്, അറിയാം, എന്നെ കമന്നാണ് കിടന്നത്. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു റൂമിൻ്റെ ഡോർ ലോക്കഡായിരുന്നു. അപ്പം പെട്ടെന്ന് പോലീസുകാർക്ക് ഡൗട്ടായിരുന്നു, കാരണം അതിനകത്ത് ആളുണ്ടോ എന്ന്. അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ നമ്മൾ പുറകിലൂടെ ചെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ ആ ജനലിലൂടെ നോക്കുമ്പോൾ അവിടെ ഒരു ഉമ്മയാണ്, അവർക്ക് ജീവന് ഉള്ള നിലയിലാണ് കണ്ടത്. അപ്പം പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം കൂടെ ആ ഡോറ് നമ്മളെല്ലാം കൂടെ ചേർന്ന് ആ ഡോറ് കുറച്ച് സമയം എടുത്ത് ഡോറ് പൊട്ടിക്കാനായിട്ട് കുറച്ച് സമയം എടുത്ത്. ഈ പ്രതി ഈ ഗ്യാസ് കൂടി പാചകത്തിന്റെ ഗ്യാസ് കൂടി തുറന്നു വിട്ടിട്ടാണ് പോയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നോക്കാൻ എത്തുന്നവർ കൂടി അപകടത്തിൽ പെടട്ടെ എന്ന രീതിയിൽ എന്തായാലും ആദ്യം അകത്ത് കയറി ഈ ഉമ്മയടക്കം ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച ആളാണ്.